തൽക്കാലം ഇനി എൻ്റെ കാര്യങ്ങളൊന്നും ദേവൻ സാർ അറിയണ്ട. ദീപൻ സാറും ആരും. അവരെക്കുറിച്ച് എനിക്കും അറിയണ്ട. ഞാൻ പറയുന്നില്ല, പോരെ? എന്നാ വാ. തനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം എൻ്റെ വീടാണ്. അവൾ തലയുയർത്തി നോക്കി. താൻ എങ്ങനെ നാളെ തൊട്ട് വരുന്നു ഓഫീസിൽ? വരാം സാർ. എന്നിട്ടും ഡോക്ടറെ കണ്ട് 2 ദിവസം കഴിഞ്ഞാണ് അവർ ഓഫീസിലെത്തിയത്. ആദ്യമായാണ് ഈ ഓഫീസ് കാണുന്നത്. 3 നില കെട്ടിടം. ഇന്റീരിയർ ഡിസൈൻ അടിപൊളിയാണ്. കുറ്റം പറയാൻ പറ്റില്ല. ഹലോ ആർദ്ര. മുന്നിൽ ഒരാൾ വന്നപ്പോൾ അവൾ ഒന്ന് നിന്നു. കല്ലിൻ്റെയും കട്ടയുടെയും കണക്കെടുത്ത് കഴിഞ്ഞോ? അവളൊന്ന് ചിരിച്ചു. ഞാൻ എഡ്വിൻ സാറിൻ്റെ മാനേജറാണ്, ഫ്രെഡി. ഹായ്. ആർദ്ര വരൂ. അതാണ് സാറിൻ്റെ ക്യാബിൻ. മിക്കവാറും അവിടെ തന്നെയായിരിക്കും ആർദ്രയുടെ സീറ്റ്. അതിനും ഒന്ന് ചിരിച്ചു. ചെന്നോളൂ. ആർദ്ര ഇവിടെ ചാർജ് എടുക്കാൻ പോവുകയാണെന്ന് സാർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോഴാ സമാധാനമായത്. അതെന്തേ? അടുത്ത ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് സാറിനായിരിക്കും. ഇപ്പോൾ ആർദ്ര ഞങ്ങളുടെ കൂടെയല്ലേ? ഓ, താങ്ക്സ് ഫോർ ദി കോംപ്ലിമെൻറ്റ്. ക്യാബിൻ തുറക്കും മുന്നേ ഒന്ന് തട്ടിയിട്ട് അവൾ അങ്ങനെ നിന്നു. അവൻ അപർണയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഇനി എന്താ? ആർദ്ര ഇന്ന് ചാർജ് എടുക്കും. സോ അപർണയ്ക്ക് ഇന്ന് തന്നെ പോകാവുന്നതാണ്. കണ്ണുകൾ നിറഞ്ഞൊന്നൊഴുകി. ഈ ഡ്രാമയൊന്നും എൻ്റെ അടുത്ത് വേണ്ട അപർണ. മിണ്ടിയില്ല. അവൻ നീക്കിവെച്ച പേപ്പറിൽ സൈൻ ചെയ്യുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. തന്നെ വേണ്ടെന്ന്, ആ ജീവിതത്തിൽ തനിക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഇഷ്ടത്തിന് പോകുകയാണെന്ന് വെപ്പ്. കൊള്ളാം. ഇയാളോട് പ്രണയം തോന്നിയ നിമിഷം. അതെന്തായാലും അയാൾ തന്നെ അയാളുടേത് ആക്കിയതിനു ശേഷം മാത്രമാണ്. പക്ഷേ ഇനി അതിൽ നിന്നൊരു രക്ഷപ്പെടൽ അസാധ്യമാണ്. തീർത്തും അസാധ്യം. ബാക്കി എമൗണ്ട് അക്കൗണ്ടിലിട്ടേക്കാം. വേണ്ട. എന്തേ വേണ്ടാത്തേ? ചെയ്ത പണിക്ക് വാങ്ങിയിട്ടുണ്ട്, അത് മതി. ഒരു ജോലി കിട്ടും വരെ ജീവിക്കണ്ടേ? അവളുടെ മുഖത്ത് പുച്ഛം വിരിഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളുടെ ജോലിക്കാരിയല്ല. ഇനി എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എൻ്റെ ഓപ്ഷനാണ്. അതുകൊണ്ട് പെട്ടെന്ന് അരിശം ഇരച്ചു കയറി അവന്. അതിന് എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം മിസ്റ്റർ എഡ്വിൻ ക്രിസ്റ്റി. അതിനുവേണ്ടി മെനക്കെടണ്ട. നീ എങ്ങനെ വേണേലും ജീവിച്ചോ, അതെൻ്റെ വിഷയമല്ല. അവൻ്റെ പേര് വിളിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവന്. എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വിടണം മിസ്റ്റർ. പതിയെ കൈ വിറച്ചു. ഗുഡ് ബൈ. അവൾ ഇറങ്ങുമ്പോഴാണ് ഡോറിൽ മുട്ട് കേട്ടത്. മേ ഐ കമിൻ ആർദ്ര. ആർദ്ര അകത്തേക്ക് കയറി. അവൾക്ക് നേരെ ഒരു പുഞ്ചിരി എറിഞ്ഞു. ആർദ്ര, മീറ്റ് മിസ് അപർണ. XPA ആയിരുന്നു. ഓ, ഹായ് അപർണ. അവൾ ആർദ്രയെ ഒന്ന് നോക്കി. സുന്ദരിയാണ്. തന്നേക്കാൾ ഒത്തിരി സുന്ദരിയാണ്. മോഡേൺ ആണ്. ഇഷ്ടാവും ആർക്കും. അവൾ നീട്ടിയ കൈകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഡോർ തുറന്നിറങ്ങി. എഡ്വിൻ അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓ, സോറി ആർദ്ര. ഇറ്റ്സ് ഓക്കെ സാർ. ഞാൻ ഇപ്പോൾ വരാം. അവൻ വേഗം ഇറങ്ങി. കാറെടുത്ത് ഇറങ്ങുമ്പോഴേക്കും അവൾ ഒരു ഓട്ടോയിൽ കയറിപ്പോയിരുന്നു. അവൻ അതിന് പിറകെ വിട്ടു. ബീച്ചിൽ വന്ന് നിന്നപ്പോൾ അവനൊന്ന് ഭയന്നു. കാർ ഒതുക്കി വേഗം ഇറങ്ങി. കല്ലുകൾ നിറഞ്ഞ ഭാഗത്തേക്ക് അവൾ നടന്നു. പിറകെ അവനും. കുറച്ചുനേരം അവൾ ആ കടൽ നോക്കി നിന്നു. ഒരേ കാറ്റ് 2 പേരെയും തഴുകി കടന്നുപോയി. മനസ്സ് ശൂന്യമാണ്. മരിച്ചാൽ പോലും ആർക്കും നഷ്ടമൊന്നുമില്ല. ഒരു വീട്, അനിയൻ്റെ ഓപ്പറേഷൻ, അച്ഛനൊരു പലചരക്ക് കട, ബാങ്കിൽ അത്യാവശ്യം സമ്പാദ്യമെല്ലാം ഉണ്ട്. ഇനി താൻ നഷ്ടമായാൽ കുറച്ച് സങ്കടം, അത്രമാത്രം. അപ്പോഴും അയാൾ തന്നെ തിരയില്ല. താൻ ആരുമല്ല. തനിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും. താഴേക്ക് ഇറങ്ങിയപ്പോൾ തിര കല്ലിൽ തട്ടി തെറിച്ചു വീണു അവളിൽ. അപ്പോ, എഡ്വിൻ്റെ ശബ്ദം. മരിക്കാൻ പോലും സമ്മതിക്കില്ലേ അയാൾ? വീണ്ടും ഇറങ്ങാൻ തുടങ്ങി അവൾ. അപ്പോ. അവളൊന്ന് തിരിഞ്ഞു. സ്വപ്നമല്ല, എഡ്വിൻ മുന്നിൽ തന്നെ. അവൾ വേഗം പിറകിലേക്ക് നീങ്ങി. എടീ. ഇടം കൈയിൽ പിടിച്ചു നിർത്തി. വിടാൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നീ എന്താ ഈ ചെയ്യുന്നേ? എന്തായാലും നിങ്ങൾക്കെന്താ? ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയല്ല. വിടെന്നെ. വാ ഇങ്ങോട്ട്. വിടെന്നെ. അവളെ എടുത്ത് തോളിലിട്ട് ശ്രദ്ധിച്ച് കയറിപ്പോന്നു. നിങ്ങൾക്കെന്താ വേണ്ടത്? നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഒന്ന് വെറുതെ വിട്ടാൽ മതി. നെറ്റിയിൽ വിരലമർത്തി ഒന്ന് നിന്നു. കണ്ണുകൾ തുടച്ചു നിൽക്കുന്നവളെ ഒന്ന് നോക്കി. തന്നോട് ചേർത്ത് ചുണ്ടുകളൊന്ന് നുകർന്നു. ഒരു നിമിഷം കൊണ്ട് അവനെ തള്ളി മാറ്റി. ഇനിയൊന്നും പറയും മുന്നേ വലം കൈ ഉയർന്നു വീണു. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയല്ല. ആ ജോലി തീർന്നു. ശമ്പളവും കിട്ടി. ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ. അവനൊന്ന് പരിഭ്രമിച്ചു പോയിരുന്നു. ഞാൻ ചത്ത നിങ്ങളുടെ കമ്പനിയുടെ പേര് പോയാലോ അല്ലേ? ചാകുന്നില്ല, പോരെ? ഇനി എൻ്റെ പിറകെ വരരുത്. അവൾ ആദ്യം കണ്ട വണ്ടിക്ക് കൈ കാണിച്ചു കയറിപ്പോയി. കണ്ണുകൾ നിറഞ്ഞ് അവൻ അവിടെയിരുന്നു. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ വേണ്ട. ഒരാഴ്ച മുന്നെയാണ് പഴയ കാമുകി വന്ന് എനിക്ക് നിൻ്റെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത്. അപർണയുമായി റിലേഷനായിരിക്കെ മറ്റാരുമായി പങ്കിടാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. എന്നിട്ടും അവൾ വന്നു. അവളുടെ പരിശ്രമത്തിൽ താൻ വീണുപോയി എന്നതാണ് സത്യം. പക്ഷേ അതിനുശേഷം അപർണയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും തനിക്ക് കഴിഞ്ഞിട്ടില്ല. അവളെ തൊട്ട് അശുദ്ധമാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആദ്യ പുരുഷൻ താനായിരിക്കെ ആ റിലേഷൻ ഉള്ളപ്പോൾ തന്നെ പഴയ കാമുകിയുമായി കിടക്ക പങ്കിട്ടത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവളുടെ പ്രണയം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ
പക്ഷേ അവളുടെ പ്രണയം സ്വീകരിക്കാൻ തനിക്കാകില്ല. തെറ്റ് ചെയ്തു പോയില്ലേ താൻ? നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൻ തിരികെ വണ്ടി തിരിച്ചു. അവൻ വരുമ്പോൾ രാത്രിയായിരുന്നു. കാണാനും പറ്റിയില്ല. പിറ്റേന്ന് ആർദ്ര വിളിച്ചപ്പോഴാണ് അവൻ എഴുന്നേൽക്കുന്നത്. ആ ആർദ്ര, മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഓഫീസിൽ വരുന്നുണ്ടോ ഇന്ന്? ദാ ഇപ്പോൾ വരാം, ഒരു 20 മിനിറ്റ്. ഒന്നിച്ചിറങ്ങാം. ശരി സാർ. അവൾ താഴേക്ക് വന്നു. എന്തോ രാവിലെ മുതൽ ഒരു അസ്വസ്ഥത, എന്താണെന്ന് അറിയുന്നുമില്ല. എന്തു ചെയ്യും? പ്രിയമുള്ള ആർക്കോ അപകടം പറ്റിയ പോലെ. ഇനി ജയിക്കെങ്ങാനും ആലോചിക്കാൻ ഭയം തോന്നുന്നു. ദീപ്തിയെയാണ് ആദ്യം വിളിച്ചത്. ആർദ്ര എവിടെയാണ് ദീപ്തി? അത് ദേവേട്ട, നീ പറയുന്നുണ്ടോ? എഡ്വിൻ അയാളുടെ കമ്പനിയിലേക്ക് പോയി. അവൻ കൊണ്ടുപോയതാണോ? അല്ല, സ്വന്തം ഇഷ്ടത്തിന്. ഞാൻ ഒത്തിരി പറഞ്ഞതാ വേണ്ടെന്ന്. കേട്ടില്ല. ഒന്ന് നിശ്വസിച്ചു. നോക്കാമെന്ന് പറഞ്ഞിട്ട് കൈവിട്ട് കളഞ്ഞു അല്ലേ? ഏട്ടാ, അവനെന്താ ഇതിൽ ലാഭം? ആർക്ക്? നിന്റെ ഏട്ടന്? ഇല്ല ദേവേട്ട, സത്യമായിട്ടും അവൾ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. ശരി, വെച്ചോ. ഇതിങ്ങനെയൊന്നുമല്ല എന്ന് പിന്നീട് ഞാൻ അറിയാൻ ഇടയാവരുത്. ഇല്ല ദേവേട്ട. അവൻ ഫോൺ കട്ട് ചെയ്ത് എഡ്വിൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഓഫീസിലിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. ജയദേവൻ. ആർദ്രയെ ഒന്ന് നോക്കി. ആളെന്താ ടൈപ്പിംഗ് ആണ്. ഹലോ, ഞാൻ ജയദേവനാണ്. എന്തേ വൈകി? കുറച്ചു മുന്നേ പ്രതീക്ഷിച്ചു ഞാൻ. അവൾ എവിടെ? ആര്? ആർദ്ര. ഷീ ഈസ് മൈ സ്റ്റാഫ്. സോ വാട്ട്? എനിക്ക് സംസാരിക്കണം. ആരോട് ദേവൻ? എഡ്വിൻ, കളിക്കല്ലേ. എനിക്ക് ആർദ്രയോട് സംസാരിക്കണം. ഓ സോറി, അവൾ ഇപ്പോഴും ഒരു ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല. വീട്ടിൽ തന്നെയാണ്. നീ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? എന്നെയോ? എനിക്ക് അറിയാവുന്ന പോലെ നിനക്ക് അറിയുമോ അവളെ? അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അറിയാം. എന്തറിയാമെന്ന്? എല്ലാം. അവൾ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവൾക്ക് ഡ്രഗ്സ് നൽകി, എന്നിട്ട് എൻ്റേതാക്കി. സത്യം പറയാലോ ദേവ, വെറുതെയല്ല നീ അവളെ വിടാതിരുന്നത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവൾ നിന്നെ വെറുക്കും. അവൾക്ക് ഞാൻ എൻ്റെ വക ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ അച്ഛനെ അവൾ സ്നേഹിക്കും. പ്രഗ്നൻ്റ് ആണെന്ന് അറിയും വരെ അവൾക്ക് ഈ അകലം കാണിക്കാൻ പറ്റൂ. മറുവശം നിശബ്ദമെന്ന് മനസ്സിലായി. അവൻ ഫോൺ വലിച്ചെറിഞ്ഞു. അവളുടെ സമ്മതമില്ലാതെ. അവൻ അവളെ. പാവം എൻ്റെ ആരു. കരഞ്ഞു കാണും, വേദനിച്ച് കാണും, എന്നെ ഓർത്ത് കാണും. വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് പോന്നതാണ് താൻ ഫ്ലാറ്റിലേക്ക്. അവിടെയെങ്ങും അവരുടെ മാത്രം സ്വർഗം ആയിരുന്നു. അവരുടെ നിശ്വാസങ്ങൾ, അവരുടെ പ്രണയം, അവരുടെ ചുംബനങ്ങൾ. ഒരാഴ്ചയ്ക്ക് ഇപ്പുറം വീട്ടിലേക്ക് തിരികെ പോകുന്ന തന്നെ കാത്ത് പാർവതി ഇരിക്കുന്നുണ്ട്, അറിയാം. പക്ഷേ അവളുടെ സാമീപ്യം തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളെ ഭാര്യയായി കാണാൻ കഴിയുന്നില്ല. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയുന്നില്ല. അവളുടെ പ്രതീക്ഷ നിറഞ്ഞ നോട്ടം, തന്നെ കാണുമ്പോൾ വിടരുന്ന കണ്ണുകൾ, അതിലെ പ്രണയം, എല്ലാം തന്നെ അസ്വസ്ഥമാക്കുന്നു. അവളെ അല്ലാതെ ആ സ്ഥാനത്ത് മറ്റാരെയും മറ്റൊന്നിനെയും കാണാൻ കഴിയില്ല. പ്രണയമായിരുന്നു എന്ന് തനിക്ക് അവളോട്. അന്നും ഇന്നും എന്നും. പൊട്ടിയ ഫോണിലേക്കൊന്ന് നോക്കി. എതിരെ വന്ന കണ്ടെയ്നർ അതിലേക്ക് ഓടിച്ചു കയറ്റുമ്പോൾ ഈ ജീവിതം ഇങ്ങനെ അവസാനിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. മറ്റൊന്നും.